നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്ഥലം ഡൽഹിയിലെ റെഡ് ഫോർട്ടാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്തൊരു ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നെ എന്തായാലും വന്നതല്ലേ, ഇതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ ടിക്കറ്റ് എവിടുന്നാണ് എടുക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ബാക്കി നമുക്ക് അങ്ങോട്ട് വല്ലതും പോകാൻ പറ്റുമെന്ന് നോക്കാം. ഞാനിവിടെ ടിക്കറ്റ് അന്വേഷിച്ച് കുറച്ച് നേരം ക്യൂ നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ബോർഡ് ജസ്റ്റ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് അടിച്ചങ്ങ് പോകാനുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ റെഡ് ഫോർട്ടിലേക്ക് പോകാം. എങ്ങോട്ടാണ് വഴി? അങ്ങോട്ട് കറങ്ങിപ്പോകണം തോന്നുന്നു. അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ ഈ പുല്ലൊക്കെ കാണുന്നില്ലേ, എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ഇവിടെ ആയിരിക്കണമല്ലോ. ഈ റെഡ് ഫോർട്ടിൻ്റെ ചരിത്രം എന്തെന്ന് വെച്ചാൽ 1648 46ആണോ എന്തായാലും 1600 കാലഘട്ടങ്ങളിൽ നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ കൊച്ചുമോനായ താജ്മഹൽ പണിത നമ്മുടെ ഷാജഹാൻ സാറാണ് ഇതും പണിതിരിക്കുന്നത്. മഹാരാജാവ് ഷാജഹാൻ, സോറി. നമുക്ക് കയറുമ്പോൾ തന്നെ ഫ്രണ്ടിൽ 2 പീരങ്കിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത കാഴ്ചകൾ എന്താണെന്ന് കാണാം. ആക്ച്വലി ഇങ്ങോട്ട് വരാൻ എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഒരു അവയർനെസ് ഒന്നും ഇല്ലാതെ വന്നിരിക്കുകയാണ്. നോക്കാം. വളരെ വലിയ വിശാലമായ ഗേറ്റും നല്ലൊരു കവാടവുമൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ കാണുന്നില്ലേ, അവിടെയാണ് നമുക്ക് നമ്മുടെ നാഷണൽ ഫ്ലാഗ് പറക്കുന്നത്. അവിടെ ഒരെണ്ണം പറക്കും. ആൻഡ് നമ്മൾ സാധാ സിവിലിയൻസിന് ഇങ്ങോട്ട് എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. ഒന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകുക, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ആർമി ഉദ്യോഗസ്ഥനാകുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷ വല്ലതും നോക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായാൽ നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാം. അല്ലാതെ സാധാ സിവിലിയൻസിന് കയറാൻ പറ്റത്തില്ല. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മാർക്കറ്റ് കാണാം. അതിനു മുമ്പ് എന്തോ സംഭവമുണ്ട്, ഞാൻ അതൊന്ന് വായിച്ചിട്ട് വരാം. നിങ്ങളിപ്പോൾ സാക്ഷ്യം വരിക്കാൻ പോകുന്നത് മുഗൾ സാമ്രാജ്യത്തിലെ ഒരു വൺ ഓഫ് ദി ഫേമസ് മാർക്കറ്റാണ്, ചാട്ടാ ചൗക്ക് മാർക്കറ്റ്. സ്റ്റിൽ ആക്റ്റീവാ? ഇവിടെ പണ്ട് രാജഭരണകാലത്തും തൊട്ടേ ഇവിടെ ഇതൊരു ഭയങ്കരമായിട്ടും നല്ലൊരു മാർക്കറ്റാണ് എന്നാണ് ഇൻ്റർനെറ്റ് പറയുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കാലഘട്ടത്തിലുള്ള തോഴിമാരൊക്കെ ഇവിടെ വന്നിട്ട്, ചേട്ടാ വള എത്രയാണ്? 5 ദാം എന്ന് വെച്ചാൽ ആ കാലത്തെ സിൽവർ കോയിന് പറയുന്നത് കേട്ടോ. പിന്നെ ഗോൾഡ് കോയിന് മുഹൂർന്ന് അങ്ങനെ കണ്ടാണ് പറയുന്നത്. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. അപ്പം ആലോചിച്ച് നോക്കിയേ, ഈ കമ്മലിന് എത്ര രൂപയാണ് ചേട്ടാ? നേരം പറയും 10 ദാം. 10 ദാമൊന്നും തരാൻ പറ്റില്ല, ഒരു 5 ദാമിനാണെങ്കിൽ ഞാൻ 2 എടുക്കാം എന്ന് അവരൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്യുന്ന സംഭവം ഒന്ന് ആലോചിച്ച് നോക്കി. രസമല്ലേ? വാവ്, കൊള്ളാം. എനിക്ക് ഈ സ്ഥലത്തിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലെങ്കിലും പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഡൽഹി വന്നിട്ട് വിസിറ്റ് ചെയ്യണം എന്നെൻ്റെ ബക്കറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് ഇല്ലാത്തൊരു സ്ഥലമാണ് റെഡ് ഫോർട്ട്. പക്ഷേ ഇത് നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്. നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ കൂടെ വരുവാണെങ്കിൽ മൊത്തം ഹോണടിയായി നമ്മളെ വെറുപ്പിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കയറ്റുന്നത്. ബട്ട് അകത്ത് കയറുമ്പം വൈബ്, സെറ്റ് സ്ഥലം. എന്തായാലും ബാക്കിയും കൂടെ കാണാം. യെസ്, ചാട്ടാ ചൗക്ക്. ഞാൻ പറഞ്ഞാൽ കറക്റ്റായിരുന്നു സുഹൃത്തുക്കളെ. താങ്ക്സ് ടു ഇൻ്റർനെറ്റ്. ഇനി നമുക്ക് അടുത്തത്, ഇവിടെ ഒരു ഹാളുണ്ട്. അതായത് ഇവിടെ രാജാവ് സാധാരണ ആൾക്കാരുടെ പ്രോബ്ലം എല്ലാം കേൾക്കുന്നത് ആ ഹാളിലിരുന്നായിരുന്നു എന്നാണ് ഐതിഹ്യമൊന്നല്ല, ചരിത്രം. അപ്പോൾ ആ ഹാളിൻ്റെ പേരെന്താണെന്നും ആ ഹാൾ ഏതാണെന്നും കൂടെ തപ്പിയെടുക്കണം. പിന്നെ ഇവിടെ മ്യൂസിയം ഉണ്ട്. എൻ്റെ ഭാഗ്യത്തിന് മ്യൂസിയം 4 മണിയായപ്പോൾ അടച്ചു. അതെന്തുകൊണ്ട് നന്നായി. എനിക്ക് മ്യൂസിയം കണ്ടാൽ പിന്നെ ഒരു ഹരമാണ്. ഞാൻ പിന്നെ ഒരു 2-3 മണിക്കൂർ അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് ബാക്കി സ്ഥലങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നു ഇതാണോ ആ ഹാള്, ആ ഫ്രണ്ടിൽ കാണുന്നത്. നോക്കാം.
മറ്റേ പബ്ലിക് ഹാൾ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇതാണ് ഷാജഹാൻ ഇരിക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അടുത്ത് നിന്നിട്ട് നമുക്ക് ആ സ്ഥലം ഒന്ന് നന്നായിട്ട് കാണാം. അപ്പോൾ ദിവാനായ ആമിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് വേറെ കുറച്ച് സംഭവങ്ങൾ കൂടെ കാണിക്കാനുണ്ട്. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, ഞാനത് പറയാൻ മറന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറുമ്പം വെളിയായിട്ട് ഭയങ്കരമായിട്ടും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. വെളിയിലാണെങ്കിൽ ഫുള്ള് ഹോണടി, നമുക്ക് തലവേദന എടുക്കും. ഇവിടെ ഇപ്പം ഞാൻ കേട്ടത് മറ്റേ കിളികളുടെ സൗണ്ടും ആ കുഞ്ഞുവാവയുടെ സൗണ്ടും മാത്രമേ ഉള്ളൂ ഇച്ചിരി സൗണ്ടായിട്ട് എനിക്ക് തോന്നി. ഇത് അല്ലാതെ എനിക്ക് വേറെ ഒരു സൗണ്ടും ഇവിടെ തോന്നുന്നില്ല. നല്ലൊരു കാം ആൻഡ് പ്ലസൻറ്റ് ഫീലാണ്. ഇപ്പം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാനിവിടെ കലവില എന്ന് പറഞ്ഞ് ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നില്ലേ. കുറച്ചു നേരം മിണ്ടാതിരിക്കാം. അത്ര നേരമൊക്കെ ഞാൻ മിണ്ടാതിരുന്നാൽ മതി. വാവ്, ഇവിടുത്തെ ആർക്കിടെക്ട് തന്നെ കണ്ടില്ലേ, എന്നെ രസമല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജാവ് ഇരിക്കുന്ന ത്രോൺ. രാജാവ് ഇവിടെ ഇരുന്നിട്ട് പറയും, ആരവിടെ, അവനൊരു 10,000 രൂപ കൊടുക്കും. ആരവിടെ, അവൻ്റെ തല വെട്ടി മുതലൊക്കെ ഇട്ട് കൊടുക്കും. പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് ബൈ ദ വേ. പിന്നെ കുട്ടികളല്ലേ, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ല ചുമന്നിരിക്കുന്ന കല്ലുകളാണ്. ചെങ്കല്ലല്ലേ. അവിടെ ഡയലോഗിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, എന്നാലും ഞാൻ ഇട്ടിരിക്കുകയാണ് ചുമ്മാ. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല മാറ്റ് ഫിനിഷായിട്ടുള്ള കല്ലുകളായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ലൊരു ഗ്ലോസി ഫിനിഷും പോരാഞ്ഞിട്ട് ഇച്ചിരി നെയ്യുടെ മണമൊക്കെ കാണുമായിരിക്കും. കാരണം നമ്മുടെ അവിടെയൊക്കെ കൂടുതലും അമ്പലങ്ങളല്ലേ ഇങ്ങനെ പണിയുന്ന. ഫോർട്ടിൽ വെറും റെഡ് ഫോർട്ട് മാത്രമല്ല, വേറെ നല്ല കിടിലൻ കാഴ്ചകൾ പുറകിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം, കാരണം എനിക്കൊരു ഐഡിയ ഇല്ല എന്താന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ കാണുന്നതാണ് രംഗ് മഹൽ എന്ന് പറഞ്ഞാൽ പാലസ് ഓഫ് കളേഴ്സ്. ഫ്രണ്ടിൽ ഈ കാണുന്ന ഈ പൂളാണ് നഹ്ർ-ഇ-ബക്ഷീത്. പേരിനാണിപ്പോൾ ഫുള്ളായിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. എനിക്ക് തോന്നുന്നു സമ്മർ ആയതുകൊണ്ട് മാത്രം ഇവിടെ വെള്ളമില്ലാത്തതാണ്. പക്ഷേ എന്തുമാത്രം വലിയൊരു സ്ഥലമാണെന്ന് നോക്കിയേ. ഇത് കിടിലം അല്ലേ. ഇത് മുഗളുകാർ ഇതുണ്ടാക്കി എന്തെന്ന് വെച്ചാൽ ഇവിടെ നാച്ചുറലായിട്ടൊരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയാണ്. ഒന്നാമത് മാർബിളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇച്ചിരി കൂളിംഗ് കിട്ടും. പിന്നെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു എയർ കൂളിംഗ് ടെക്നോളജിക്ക് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു പൂൾ ഉണ്ടാക്കിയതും. ഈ പൂളിനകത്ത് ഈ മറ്റേ വെള്ളമൊക്കെ വന്നിട്ട് ഇങ്ങനെ കാറ്റൊക്കെ തട്ടി പോകുമ്പോൾ നല്ല സുഖമായിരിക്കും വൈകുന്നേരം. എന്തായാലും ഈ പൂളൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് ജെമിനിക്ക് അയച്ചു കൊടുക്കാം, ഇതിൻ്റെ അത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പാലസിൻ്റെ അകത്ത് കയറാം. അപ്പോൾ രംഗ് മഹലിനകത്ത് രംഗൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പാലസ് ഓഫ് കളേഴ്സ് എന്നാണ് 1600 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പാലസാണ്. ആൻഡ് ബൈ ദ ബൈ നമ്മുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആണ്. റെഡ് ഫോർട്ടിനകത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളോടെ ഇനി കാണിച്ചു തരാം. അപ്പോൾ ഈ വഴി കൂടെ വെള്ളം ഇങ്ങനെ വന്ന് ഈ പാതയിലൂടെ പോയി അങ്ങോട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് രംഗ് മഹൽ കൂളിംഗ് സിസ്റ്റം. രംഗ് മഹലിലെ രംഗൊക്കെ പോയി ഗൈസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി അനുവദിയമല്ല എന്ന് തോന്നുന്നു. കാരണം എൻട്രി എല്ലാം ഇവർ ബാരിക്കേഡ് ഇട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. ഇവിടെയൊക്കെ ഒന്ന് നോക്കി 1600 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സ്ഥലമാണ്.
എന്നിട്ട് അവിടെ പിള്ളേരുണ്ട് അവരുടെ പേര് എഴുതി വെച്ചിരിക്കുന്നു. എന്തായാലും രംഗമഹാലിൽ രംഗില്ലാത്തതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. നോക്കൂ നന്ദന ബ്രീസ് പട്ടി. ഈ ഭാഗ്യത്തിന് രംഗമുള്ള കുറച്ച് സ്ഥലം കണ്ടു. നല്ല കിടിലൻ പാറ്റേൺസ്. ഈ സ്ട്രക്ചറാണ് അവിടെ കൊണ്ടുപോയി പേരൊക്കെ എഴുതി നശിപ്പിച്ച് അലമ്പാക്കി ഇട്ടത്. എന്തുകൊണ്ടും കൊള്ളാം. ആഹാ, നല്ല വൈബ് സ്ഥലം കേട്ടോ. റെഡ് ഫോർട്ട് വന്നില്ലെങ്കിൽ ഒരു മിസ്സായേനെ ശരിക്കും. അപ്പോൾ രംഗമഹാലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് ഖാസ് മഹൽ. KHAS, ഖാസ് മഹൽ. ഇതിൻ്റെ അടിയിൽ ഒരു സീക്രട്ടായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അവിടെ ആണ് രാജാവ് ആനിമൽ ഫൈറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. സിംഹവും ആനയും ഒക്കെ ആയിട്ടുള്ള ഫൈറ്റിങ്ങൊക്കെ അവിടുത്തെ റോയൽസ് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഇതിൻ്റെ അടിയിലായിരുന്നു, ഖാസ് മഹലിൻ്റെ അടിയിലാണ്. പിന്നെ ഈ ഹാളെന്ന് പറയുന്നതാണ് ദിവാൻ ഐ ഖാസ് ഹാൾ. ഇവിടെയാണ് പണ്ട് രാജാക്കന്മാരും എല്ലാവരും പ്രെയറൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. പ്രാർത്ഥന സ്ഥലം ഇതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി ബാക്കിയുള്ള സ്ഥലമൊക്കെ പോയി കാണാം. ബൈ ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാമെന്നല്ലേ, ഇവിടുത്തെ സാൻഡ് സ്റ്റോൺ വായിച്ചിട്ട് ഞാനിങ്ങനെ അങ്ങ് പറയും എൻ്റെ വായി തോന്നിയത്. ആൻഡ് താങ്ക്സ് ടു ChatGPT ആൻഡ് ഗൂഗിൾ ലെൻസ്. അപ്പം മുഗൾ സാമ്രാജ്യത്തിൻ്റെ വിവിധ തരം പ്രയർ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിന് പറയുന്ന പേര് മോട്ടി മസ്ജിദ് ആണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഷാജഹാൻ്റെ കാലത്തല്ല പണിതത്, ഷാജഹാൻ്റെ മകൻ്റെ കാലത്താണ് ഇത് പണിതത്. അതായത് ഔറംഗസീബിൻ്റെ കാലത്താണ് ഇത് പണിതത്. ഔറംഗസീബിനെ കുറിച്ച് പറയുമ്പോഴാണ്, ഔറംഗസീബിൻ്റെ മകൻ ഔറംഗാബാദിലൊരു മിനി താജ്മഹൽ പണിതിട്ടുണ്ട്. മിബിക മക്ബാറ, ഔറംഗസീബിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി. അതായത് ഔറംഗസീബിൻ്റെ മകനായ ആസാം ഷാ എന്നാണ് പേരെന്ന് തോന്നുന്നത്, എനിക്കറിയില്ല, ഓർമ്മയില്ല. അദ്ദേഹം പണിത ഒരു മിനി താജ്മഹലുണ്ട്. ആൻഡ് ബൈ ദ വേ, ഞാൻ താജ്മഹൽ ഇത്ര നാളായിട്ടും കണ്ടിട്ടില്ല. എന്തായാലും ഈ ജേണിയിൽ എനിക്ക് കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. അടുത്ത വേറെ എപ്പോഴെങ്കിലും നമുക്ക് താജ്മഹൽ കാണാം. വാവ്, ഇത് കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച അത്ര ചെറിയൊരു സംഭവമല്ല റെഡ് ഫോർട്ട്. നല്ല വലിപ്പമുള്ള, നമ്മളെന്നല്ല ഞാൻ വിചാരിച്ചത്ര, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു റെഡ് ഫോർട്ട്. ഫോൺ ഹാങ് അടിക്കാൻ തുടങ്ങി. വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ പല പല ചെറിയ ചെറിയ ബിൽഡിങ്സ് ഉണ്ട്. എന്തൊക്കെ എനിക്ക് തോന്നുന്നു വെൻറ്റിലേഷന് വേണ്ടിയും. പിന്നെ എന്താണ്, ഇവിടെ ഒരു ചെറിയൊരു പൂളുണ്ട്. ഇങ്ങനെയുള്ള മഹാളിന് പറയുന്ന പേരാണ് സഹർ മഹാൾ. അതെന്തിനുള്ളതാണെന്ന് നോക്കിയിട്ടില്ല. ലുക്ക് അറ്റ് ദെയർ എൻജിനീയറിങ്. ഇവിടുന്ന് വെള്ളം നേരെ ഇങ്ങോട്ട് വരും, എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഈ പാതയിൽ കൂടെ അങ്ങ് പോകും. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഇവിടെ മൊത്തം മഴയുള്ള സമയത്തോ അല്ലെങ്കിൽ ഇവിടെ വെള്ളം നിറച്ചിരിക്കുന്ന സ്ഥലത്തോ ഈ സൈഡിൽ മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കാറ്റ് തട്ടി നമുക്കൊരു ചെറിയ ഈർന്നുള്ള കാറ്റ് കിട്ടും. കൊള്ളാം, നല്ല ഐഡിയോളജി. എനിക്ക് ഈ പാതയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്നൊരു റൊമാൻറ്റിഫിക്കേഷൻ. ഈ രാജാവും ആൾക്കാരുമൊക്കെ പടയാളികളും ഒക്കെ നടന്ന പാതയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ചാടണമെന്ന് ഞാൻ കാണിച്ചു തരാം. ചാടാ, അത്രേ ഉള്ളൂ. പുരാതനമായ റെഡ് ഫോർട്ട്. അപ്പോൾ ഗൈസ്, ചില സാങ്കേതിക തടസ്സങ്ങളാൽ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ആ ഇൻട്രപ്ഷൻ എന്തായാലും മാറിക്കിട്ടി. ഞാൻ ഇവിടുത്തെ ടോയ്ലറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ എന്തായാലും ഇനി വയറ്റിലുള്ളത് കാലിയാക്കിക്കൊണ്ട് എന്തെങ്കിലും വയറ് നിറയ്ക്കാം. അടുത്ത് നമ്മൾ പോകുന്നത് റെഡ് ഫോർട്ടിലെ ക്യാൻറ്റീനിലേക്കാണ്.
യാ, ഇതാണ് റെഡ് ഫോർട്ടിലെ ക്യാൻറ്റീൻ. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. ആൻഡ് യു നോ വാട്ട്, സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞിരിക്കുന്നു. ക്യാൻറ്റീൻ അടച്ചിട്ടിരിക്കുന്നു. മീ ലിറ്ററലി ഫോർ നോ റീസൺ, ചുമ്മാ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു സമാധാനം. ആൻഡ് ബൈ ദ ബൈ, സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിനി വേറെ കാണാനും മാത്രം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര ഇവിടം കൊണ്ട് നിർത്താം. ആൻഡ് ദിസ് ഈസ് ഫോർ റിയൽ. ബൈ. ഇനി ഞാൻ അടുത്ത് ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ പോയിട്ട് എനിക്ക് ആവശ്യമുള്ള എൻ്റെ ലാപ്ടോപ്പിന് ആവശ്യമുള്ള സാധനം വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ.